രണ്ട് ഓണർ മുത്തുപൊട്ടിച്ചല്ലോ ഇങ്ക വാങ്ങ നോക്കിയിരിക്കാല്ലോ ഒരു പാമ്പോലിരിക്കും. പാമ്പ് ഉണ്ടായിരിക്കും, ചെക്ക് പണിട്ട്. അതെ പാമ്പ് ഇരിക്കുമെന്ന് സംശയം. പാമ്പ് ഉണ്ടാവുമായിരിക്കും, ചെല്ലാം ഇരിക്കും ചെല്ലാം. അതെ എനിക്ക് പേടിയൊന്നുമില്ലേ? നീ എന്തൊക്കെ തെറ്റാ ചെയ്തെന്നറിയോ? അതെല്ലാം പുറത്ത് വരൂ ദിവസം. ചിലപ്പോൾ ഒരു 10 ഗുണ്ട ഇറക്കാവുന്നുള്ളൂ. ടു നോ യുവർ റിയൽ ഫ്ലാഷ് ബാക്ക്. അതിനെനിക്ക് ആവശ്യം വേണോ? എന്തൊക്കെ വന്നാലും എന്നെ പറയില്ലെന്ന് പറഞ്ഞല്ലേ, പിന്നെന്തിനാ വീണ്ടും ചോദിക്കുന്നത്? എനിക്ക് നിന്റെ റിയൽ ഫ്ലാഷ് ബാക്ക് അറിയണോ? അതറിയാതെ ഞാനിവിടെ പോവില്ല. ശരിക്കും പറഞ്ഞാൽ ഗുണ്ടാദാസൻ ഈ പിള്ളേരെ പിടിക്കാമെന്നല്ല, നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഒരു പ്ലാൻ മാത്രമായിരുന്നു. അവര് വീട്ടിൽ പോയി തൊട്ടിട്ടൊടിക്കല്ലേ. പക്ഷെ ഇപ്പോൾ എനിക്ക് നിന്നെ റിയൽ ഫ്ലാഷ് ബാക്ക് അറിയാൻ പറ്റും. ഓ അങ്ങനെ. നിനക്ക് എൻ്റെ റിയൽ ഫ്ലാഷ് ബാക്ക് അറിയണമല്ലോ, എന്താന്ന് കാണിച്ചടാ. കൊണ്ടുപോകാം. അവൻ എത്ര ചങ്കൂറ്റുണ്ടെന്നും എത്ര അടുത്ത് സേഞ്ച് കുത്തി ഹോസ്പിറ്റലിൽ കയറി നിൽക്കണോന്ന് കാണും. ഞാൻ രമേശനാ പിള്ളേരെല്ലാം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആ തൊട്ടുകാരെ വീട്ടിലോടല്ല താഴോടെ പോയത്, എന്നിട്ട് എല്ലാവരും കൂടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ചിന്ന എന്നാ പറ്റിയത് മുത്തുപ്പത്തി ചലോൺസ്. ഞാൻ പറയാം, താനൊരു ചക്ക തിന്നാൻ വന്നപ്പോൾ ചക്കയാക്കാൻ തമ്പാനൂർക്ക് പോയെന്ന് കേട്ടു. തമ്പാനൂർ ചെന്ന് കാരണവരോട് ചോദിച്ചപ്പോൾ അവർ പറയാ ചക്ക കഴിക്കുന്നത്. അവസാനം മാവിലെ ചക്ക തിന്നാൻ പാടുണ്ടോ, അത് മാവിലായിട്ട് ചെന്ന് കാരണവരോട് ചോദിച്ചപ്പോൾ അവർ പറയാം നമ്മൾ ഈ നാട്ടുകാരല്ല. അങ്ങനെ ഉണ്ടമ്പുരി ജിതിൻ ആ തൊട്ടിയെടുത്ത് ആ ചുമരിലോട്ട് ഇറങ്ങി ആ ചുമരിൽ നിന്ന് അതിങ്ങനെ നോട്ടിട്ട് തേർഡിലോ എവരി ആക്ഷൻ ഹാസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ പതിച്ച് ആ നേരെ മാങ്ങയെ പോലെ ഇങ്ങനെ ഉരുട്ട് വന്ന് നേരെ വന്നപ്പോൾ താരേന്ന് പാൻറ്റീന്ന് ഓർഗാനിക് വാട്ടർ വീരുന്ന് പറഞ്ഞു. ഉറപ്പായതോടെ പുറകിലോട്ട് ഒറ്റ ഓട്ടം ഓടി. എവിടെ വീട് ഈ 3 മണ്ടന്മാരെങ്ങനെ വീണ്ടും എനിക്ക് പിടിയില്ല. അവസാനം മുട്ടി, കാല് ചിറ്റുണ്ട്, കയ്യിൽ കുഴപ്പമില്ല, എന്നാലും വേദനയുണ്ട്, നല്ല വേദന. അവസാനം പിന്നെ എന്ത് ചെയ്യാനാ, ഒരു ഓട്ടോ പിടിച്ച് ഇതുവരെ വന്ന് വീട് അവിടെ ചായം കുടിച്ചിരിപ്പുണ്ടാദാസൻ. ഉണ്ടാദാസനാ പറയാനേ അറിയില്ലേ, ഞാൻ ഓടും. എന്റെ അമ്മയെ ചക്ക പോലത്തെ തൊട്ടി, ഞാൻ ചക്ക പോലത്തെ തൊട്ടി കണ്ടപ്പോൾ അവന്റെ തല എടുത്ത് ഓടി രക്ഷപ്പെട്ട്. പട്ടി പോലും ഇത്ര പോലെ ഉണ്ടദാസൻ വന്ന ഓട്ടോക്കാരൻ പുറത്ത് കൊണ്ട്. അപ്പം അയാൾ കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു, പിന്നെ പൈസൻ്റെ പട്ടി ഒന്ന് തരുമോ? അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ വീട്ടിലൊരു തെണ്ടിയുണ്ട്, അയാൾ വന്ന് തന്നാൽ മതിയോ? ഒന്ന് പോയി കൊടുക്കൂ, ഇവിടുത്തെ മെയിൻ തെണ്ടുന്ന തെണ്ടിയല്ലേ. അപ്പം ഞാൻ പോട്ടെ മക്കൾ. അതിന് താനാരാ? ഞാനാരായിരിക്കുന്നതാണ് ബെസ്റ്റ്. ചോദ്യങ്ങൾക്കാണ് എനിക്ക് ഉത്തരം വേണ്ടത്. ഇനി ആരാണ് ചിന്നയ? എല്ലാവരുമായിട്ട് എസ്പെഷ്യലി മണ്ടജിതുമായിട്ട് എന്താണ് ആ കണക്ഷൻ? ഇനി തമിഴൻ്റെയും പ്രാന്താക്ഷരത്തിലയുടെ പേര് പറഞ്ഞ് ചിന്നയ അല്ല, അവ എന്തിനാ കളിക്കുന്നത്? നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ லைக் பண்ணிட்டு ஷேர் பண்ணிட்டு சப்ஸ்கிரைப் பண்ணிட்டு பெல் பட்டன் கூட அடிக்க. இனிதாண்டா இருக்க flashback. The real flashback is loading. Stay tuned. Finally, what's its real name and the real flashback?